ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അത്ഭുതത്തോടു കൂടി തന്നെയും സമാധാനത്തോടു കൂടി തന്നെയും ശിവയും മഞ്ജുവും കൂടി തിരിച്ചു പോകുന്നു. ആ സമയത്ത് തന്നെയാണ് വിവേകിൻ്റെ അമ്മായിയും ഗ്രീഷ്മയും വരുന്നത് കേട്ടോ. നിങ്ങൾ വിവേകിൻ്റെ കൂട്ടുകാരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നു. കാരണം അഞ്ജു അന്ന് അവരെ കണ്ടിട്ടില്ല. ശിവയാണെങ്കിലോ അവരെ വലിയ മൈൻഡും ആക്കുന്നില്ല. കാരണം ഇവരന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയല്ലോ. അതിൻ്റെ ഒരു ദേഷ്യം ശിവയ്ക്ക് നല്ലപോലെ ഉണ്ട്. അതിനുശേഷം തന്നെ പിന്നെ ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട്, അതായത് ആ ഒരു വർഷയ്ക്ക് എന്ന് പറയുന്നു വലിയ മാറ്റമൊന്നുമില്ല എന്നും അഞ്ച് പറയുന്നുണ്ട്. ഇനി ആ പെൺകുട്ടിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നേ. ആ കുട്ടി ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് അവൻ്റെ ജീവിതം വെറുതെ കളയാനായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ധനപാലനും അതുപോലെ ചേച്ചിക്കും ഒരു മകനല്ലേ ഉള്ളൂ. അവൻ്റെ ജീവിതം ഇങ്ങനെ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതിന് ആൻറ്റിക്കും മകളിനും അതൊരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങും. ഇനി ആ പെൺകുട്ടി എണീക്കാനൊന്നും പോണില്ല എന്ന് പറയുമ്പോൾ ശിവയ്ക്കും മഞ്ജുവിനും നന്നായിട്ട് തന്നെ അവരോട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ. ഇവർക്കേ ബോധമില്ല, നിനക്കെങ്കിലും ബോധമുണ്ടല്ലടി എന്ന് ചോദിക്കുന്നുണ്ട് ശിവ. ഇനി ഇവരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് നമ്മുടെ രാഘവനെയും വിവേകിനെയും കാണിക്കുന്നത്. വിവേക് വരുന്ന വഴിക്ക് രാഘവൻ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു എൻ്റെ പൊന്നു മോനെ. ആ ശ്രീനാഥ് എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഒരു സമാധാനം തന്നിട്ടില്ല. അവന് വർഷയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിനൊരു സമാധാനം തന്നിട്ടില്ല. നീ തന്നെയാണ് വർഷയെ വിവാഹം കഴിക്കേണ്ടത്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നൊക്കെ വിവേകിനോട് പറയുന്നു. നിങ്ങളിതിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ആ ശ്രീനാഥിനെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും, അതായത് വർഷയുടെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതിനൊരു ബെസ്റ്റ് മാർഗ്ഗമാണ് അവൻ്റെ അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അവനെ കൊണ്ട് വേറെ വിവാഹം വരെ അവർ നടത്തിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് നിനക്കും വർഷയ്ക്കും സുഖമായിട്ട് ജീവിക്കാലോ, നിങ്ങൾക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വർഷ ഇപ്പോൾ വയ്യാത്തൊരവസ്ഥയിലല്ലേ, പിന്നെ ഓരോരോ കാര്യം പറഞ്ഞിട്ട് അവളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാന്ന് പറയുന്നു. ഈ ബുദ്ധിമുട്ട് എന്തിനാ, എൻ്റെ മകളുടെ കാര്യമല്ലേ. ഇതേ നോക്ക്, എൻ്റെ വർഷയുടെ ബർത്ത്ഡേ ആണെന്ന്. ഇനി കൂടുതൽ അവളെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് പൊക്കോളാനായിട്ട് നോക്കുന്നു. അവളുടെ വളർത്തച്ഛനായതുകൊണ്ടാണ് ഇത്രയൊക്കെ തന്നോട് പറയുന്നത്, അല്ലെങ്കിലോ അടിച്ച് ഞാൻ ശരിപ്പെടുത്തിയേനെ എന്ന് പറയുന്നു. മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. രാഘവൻ കേൾക്കുന്നത് വർഷയുടെ ഇന്ന് പിറന്നാളായിരുന്നു. ഇന്ന് വർഷമോളുടെ അടുത്തേക്ക് ചെല്ലണം, അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടുമല്ലോ. അതിന് വർഷയുടെ അടുത്തേക്ക് ഓടി പോകുന്നു കേട്ടോ. പിന്നെയാണെങ്കിലോ നമ്മുടെ അഭി വർഷയെ നന്നായിട്ട് തന്നെ അങ്ങനെ ഒരുക്കുന്നുണ്ട്. കാരണം ഇന്ന് വർഷയുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് ഒരുക്കി അവളുടെ ഒരു സുന്ദരി ആക്കുന്നുണ്ട്. അങ്ങനെ ശിവയും അഞ്ചും കൂടി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്ന് സുന്ദരി കുട്ടിയായല്ലോ നമ്മുടെ വർഷ. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തപ്പോൾ നമ്മുടെ പഴയ വർഷയാണ് ഞാൻ ഇവിടെ കണ്ടതെന്ന് അഭിയും പറയുന്നുണ്ട്. നീ ആ ചരടിങ്ങ് തന്നെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച ആ ചരട് വർഷയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നീട് വിവേക് വരുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ഒരു ഡ്രസ്സുമായിട്ട് വരുന്നുണ്ട്. കാരണം അവളുടെ ബർത്ത്ഡേ ആണല്ലോ, അവൾക്കൊരു ഡ്രസ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ അവൾക്ക് വാങ്ങിയതാണ്. പുതിയ ഡ്രസ്സാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറഞ്ഞിട്ട് വർഷയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിവേക് ഇന്ന് അമ്പലത്തിൽ വെച്ച് ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ഒരമ്മ ഞങ്ങളുടെ തൻ്റെ കൂട്ടുകാരി എവിടെ, അവളിപ്പോൾ കിടപ്പിലാണല്ലേ, ഈ ദുരൂഹതകളൊക്കെ മാറും, അവൾ ഉയർത്തെഴുന്നേറ്റ് വരും, മാത്രമല്ല മുടങ്ങിപ്പോയ ആ വിവാഹം വരെ നടക്കുമെന്നൊക്കെ അമ്മ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നു. ഇത്രയും വ്യക്തമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞിട്ടാണോ അവരറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു അമ്മയെ ഞങ്ങൾ ഇവിടെ എവിടെയും കണ്ടിട്ടുമില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയുന്നു. എന്തായാലും ആരാന്നവർ എനിക്കറിയില്ല എന്ന് വിവേക് പറയുന്നുണ്ട്. എന്നാലും അവർ വർഷയുടെ പറഞ്ഞ കാര്യങ്ങൾ എന്നും സത്യമാവട്ടെ എന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് വിവേകിൻ്റെ അമ്മായിയും ആ ഗ്രീഷ്മയും കണ്ടത്. അവരാണെങ്കിൽ ലോക ഭാര്യയായിട്ടാണ് വന്നത്. എന്തൊക്കെയാ സ്ത്രീ വിളിച്ചു പറഞ്ഞത്, വർഷ എണീക്കില്ല, വിവേകിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണം ഗ്രീഷ്മയായിട്ടെന്നൊക്കെ പറഞ്ഞു. മുഖത്തടിച്ച് നാട്ടായിരുന്നില്ലേ എന്ന് അഭി പറയുന്നുണ്ട്. അമ്പലമുറ്റായിപ്പോയി, പക്ഷെ ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് ശിവയും പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരൊരിക്കലും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല. അവളെ ഞാൻ വിവാഹം കഴിക്കില്ല, വർഷയെ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, അത് ഞാൻ തീരുമാനം ഉറപ്പിച്ച കാര്യമാണെന്നുള്ളത് വിവേക് പറയുന്നു. അതിനുശേഷം തന്നെ വിവേക് എന്തായാലും നിങ്ങൾ വർഷയ്ക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ശരത്താണെങ്കിലോ ആ സമയത്ത് വരുന്നുണ്ട് കേട്ടോ, കേക്കുമായിട്ട് ആരതിയും. അതിനുശേഷം അത് എന്താ വിവേക് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വർഷയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ, നമുക്ക് സന്തോഷിക്കാന്നേ, ഞാൻ അവൾക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി മുകളിലേക്ക് പോകുന്നു.
അതിനുശേഷം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വർഷയെ കിടത്തിയിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ആ കേക്ക് നിനക്ക് ഒത്തിരി ഇഷ്ടമുള്ള കേക്കാണെന്ന് പറഞ്ഞിട്ട് വിവേക് വർഷയെ കൊണ്ട് ആ കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവരും എന്തെങ്കിലും വിഷമത്തോടെ ഇരിക്കുന്നതെന്ന് ആരതി ചോദിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണ്ടേ. അപ്പോൾ ആ സമയത്ത് തന്നെ കേക്ക് വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് വിവേകിനൊരു കോൾ വരുന്നുണ്ട്. വിവേക് പുറത്തേക്ക് ഇറങ്ങിപ്പോണ സമയത്ത് തന്നെ ആരതി എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലും ഇവർ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിവേക് സ്കിപ്പായി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇവൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് അടുത്ത പിറന്നാളിന് വിവേകിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. പക്ഷേ ദൈവം അതിന് സംഭവിച്ചില്ല. ഇനി അടുത്തതിലെങ്കിലും അവരൊന്നിപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീടാണെങ്കിൽ വിവേക് എന്തായാലും ഞാനിനി നിൽക്കുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണുന്നുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ഒരാളെ വിട്ടിട്ട് ആർച്ചമോൾ എവിടെയുള്ളതെന്നൊക്കെ അന്വേഷിക്കുന്നു. അവരിവിടുന്ന് വിട്ടുപോയി. പിന്നെ അവരിപ്പോൾ ആ കുട്ടിയെ ചേർത്തിട്ടുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി എവിടെയാണെന്നുള്ളതും അവരുടെ വീടിൻ്റെ അഡ്രസ്സും എല്ലാം ആ പ്രിൻസിപ്പലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. വലിയ ഉപകാരം ചേട്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പ്രിൻസിപ്പലിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വിവേക് എത്തുന്നു. അപ്പോൾ വിവേക് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ മാഡം. പിന്നെ വിവേക് ചോദിച്ച ആർച്ചക്കുട്ടി ഞങ്ങളെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ രക്ഷകർത്താവിൻ്റെ അനുവാദത്തോടല്ലാതെ പുറത്ത് വിടാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നു. വിവേക് അപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ ഒത്തിരി സ്നേഹിച്ച ഒരാളാണ് വർഷ. അവൾക്ക് ഈ കിടപ്പ് കണ്ടില്ലേ, ഇനി ആർച്ചമോളെ കണ്ടാലെങ്കിലും അവൾ ശരിക്കും പഴയ രീതിയിൽ വരുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനെങ്കിലും മാഡം സമ്മതിക്കണം. നിങ്ങളുടെ റോളിനനുസരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അവരുടെ സമ്മതത്തോടുകൂടി അല്ലാതെ മോളെ ഞാൻ ഒരിക്കലും കൊണ്ടുപോകില്ല എന്ന് വിവേക് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റാഫിനെ വിളിച്ചതിന് ശേഷം തന്നെ ആ ഒരു നമ്പർ വിവേക് സംഘടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ നമ്പറൊന്നും മാത്രമല്ല അഡ്രസ്സും വെക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അവരോട് ചോദിച്ചിട്ടേ മാഡം ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ നിരഞ്ജന മാഡം അവരുടെ ടീമും കൂടി മയക്കുമരുന്നിൻ്റെ ഒരു ഉറവിടം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ഒരു വണ്ടി അവിടെ ഉപേക്ഷിച്ച് പോയ നിലയിൽ കാണുന്നത്. അവർ അന്വേഷിച്ച് വന്ന സമയത്ത് തന്നെ. പക്ഷേ ആ വണ്ടിയാണെങ്കിൽ ഒരിക്കൽ കഴുകിയിട്ടുമില്ല. അത് ഉപയോഗിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വണ്ടി മാറി കയറി പോയതാണെന്നുള്ള വ്യക്തമായ ഒരു ധാരണ. ഈ വണ്ടി ആ മയക്കുമരുന്നിൻ്റെ ഒരു ഉറവിടം തന്നെയാണോ മാഡം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് എത്താനുള്ള ഒരു കണ്ണി മാത്രമായിരിക്കും ഇത് അവരുടെ ഓണറുടെ വണ്ടി ആയിരിക്കില്ല. പക്ഷേ ഈ വണ്ടി ചിലപ്പോൾ അവർ ഉപേക്ഷിച്ച് പോയതായിരിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്ത വണ്ടിയായിരിക്കാം. അങ്ങനെയെല്ലാം ഇത് കിട്ടിയെന്ന് എഴുതിയിട്ട് ആ ഒരു വേരിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്കുള്ള ഒരു കണ്ണി മാത്രമായിരിക്കും ഇങ്ങനെയൊരു കാഴ്ച എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും നമ്പറൊക്കെ നോട്ട് ചെയ്തോ, നമുക്ക് എന്തായാലും ഈ വണ്ടിയുടെ ഓണറിനെ പോയി കാണാം, അതിനുശേഷം വേണ്ടത് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അധിക ദൂരമില്ല എവിടേക്ക് എത്താനായിട്ട്, എത്രയും പെട്ടെന്ന് അതിനെ തന്നെ നമുക്ക് അങ്ങ് പിഴുതെറിയാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.